എന്തപ്പത് മഞ്ഞ മാറി ചോപ്പ് ആക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ ഷർട്ട്. ഇങ്ങനെ നാണക്കേട് മറക്കാൻ അങ്ങനെ ഷർട്ട് മാറി വന്നോണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞാൽ എന്ത് CSKക്കാർ അങ്ങനെ ഞങ്ങൾക്ക് ആകെ സങ്കടം എന്താ വെച്ചാലേ ഈ മഞ്ഞ പെട്ടെന്ന് ഉണങ്ങിപ്പോണ്ടോ പ്രാവശ്യം എന്നൊരു സംശയമുണ്ട്. എന്നിട്ട് ഞങ്ങള് പെട്ടെന്ന് കരിഞ്ഞുണ്ട്. അതിപ്പോ അങ്ങനെ തന്നെയാണ് കണ്ടിട്ട്. അത് കാര്യമുള്ളൂ. ഇതിന്റെ ഒക്കെ കാരണം എന്താ അറിയോ? എന്ത് പറഞ്ഞാലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി ഞങ്ങളെ തലയാണ്. തല വരണോടുകൂടി ഉണങ്ങിയാലൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങോട്ട് വരും. നോയിക്കോളിങ്ങള് ഇന്നലെ സംഭവിച്ചത് അതാണ്. താലനെ പോലത്തെ ഒരു ആളില്ല. അത് ക്യാപ്റ്റൻസി മോശമാണോ എന്നൊരു സംശയം. ക്യാപ്റ്റൻസി എന്നല്ല, നിങ്ങളെ ടീം തന്നെ മൊത്തത്തില് മോശമാണ്. അതിന് മാത്രം ഇപ്പൊ നിങ്ങൾ കളിച്ചിട്ടില്ല. തുടക്കം തന്നെ പാടിയില്ല. നിങ്ങൾ എത്ര റൺ അടിച്ചേ? 250. ഞങ്ങൾ എത്ര റൺ അടിച്ചേ? 200 മേലെ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങള് ടോപ്പ് ഓർഡർ ഒന്നും പാടി. അത് ഞങ്ങള് ജയിച്ചു ഉറപ്പിച്ചപ്പോ പിന്നെ നിങ്ങൾ ഇങ്ങനെ അടിച്ചതാണ്. അതൊന്നും അല്ല. ഞങ്ങള് 3 ചെക്കന്മാരാണ് ആകെ അടിച്ചത്. സർപ്പൂന്റെ അടി പവർ പ്ലേന്റെ മൂപ്പര 50. പിന്നെ പ്രശാന്ത് വീറിന് എന്തൊരു കളിയാക്കിയിരുന്നു നിങ്ങള്. 15 റൺ എടുക്കുവോ, 15 ഓടി ഓവേട്ടൻ ഒരു വലിയ അടിക്കാരനൊന്നും അല്ല. ഇപ്പൊ പണ്ടൊക്കെ അയാൾ വലിയ അടി എന്നൊക്കെ പറഞ്ഞേക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നിട്ട് 200 എപ്പോഴെങ്കിലും ശ്രമിച്ചാ പിന്നെന്താ ശ്രമിച്ചോണ്ടാണ് പ്രശ്നം ഉണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒന്നുമല്ല. അതൊക്കെ ഞങ്ങളെ തലന്റെ പഴയ ക്ലാസിന്റെ ഭാഗമുണ്ടെങ്കിൽ പുതിയ ക്ലാസ്സും കിട്ടിയിരുന്നു. അതാണ് കുഴപ്പം. നിങ്ങളിങ്ങനെ എണ്ണ എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങി 5 ആൾക്കാരും നിങ്ങളെ അടി കഴിഞ്ഞതിന് നിങ്ങളെ അടി എന്ന് പറഞ്ഞ ഈ അടി കഴിഞ്ഞതിന് ശേഷം ഭുവനേശ്വർ കുമാറിനായിട്ടൊരു വർത്താനം ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പർ എന്താ പറഞ്ഞത്? അത് ടിം ഡേവിഡിന്റെ അടി കണ്ടിട്ട് ചിരിക്കണോ കരടോന്നായി പോയി. കാരണം അടുത്ത് ഞങ്ങളാളുള്ള പടച്ചോനെ ഏറിയ ആള് ഇവിടത്തൊക്കെ വാശിയിൽ ഇവിടത്തൊക്കെ താങ്ങി പിടിച്ച് കൊടുന്നല്ലേ. അതിപ്പോ സഞ്ജു വലിയ കളിക്കാരെ ഒഴിവാക്കിക്കാണ്ട് ഒരാളെ കൊടന്ന് വെച്ചതാണ്. 6, 7, 9 തേക്കണ്ട. ഇത് പ്രോഗ്രസീവ് ആണല്ലോ. 2 6, 7, 9 അടുത്ത കളി 90. സഞ്ജു അങ്ങനെ തന്നെ. എല്ലാവർക്കും ഒരെണ്ണ കാര്യം. 2-3 കളി മോശമായ അടുത്തൊരു 10 കളി ഫോം. അത്ര തന്നെ. ഇപ്പൊ 3 കളിന്റെ കോട്ട കഴിഞ്ഞ് ബാക്കി 11 കളിയും ഫോമാ. 11 കളി ഫോം നമുക്ക് കാണാം. എന്ത് കഥയാണ്. ഞങ്ങൾക്ക് ബൗളിംഗ് ഇല്ലാന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ 250 അടിച്ചു വലിയ കാര്യമില്ല. പക്ഷെ ഞങ്ങൾ 200 അടിച്ചോ? അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷ അതാ ഗ്രൗണ്ടിന്റെ പ്രശ്നമേ. ഞങ്ങളെ പറഞ്ഞ ഗ്രൗണ്ട് കൊണ്ടാണ് റൺ കിട്ടിയത്. ഞങ്ങൾ 250 എടുത്ത് ഞങ്ങൾ എല്ലാവരും കളിക്കാണ്. അല്ലാതെ നിങ്ങളെ അവരെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. സൂപ്പറായി ബാറ്റ് ചെയ്തു, അടിച്ച് തകർത്ത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അടിയോടെ കണക്ക് തന്നെയാണ്. നിങ്ങളെ പവർ പ്ലേ എത്ര ഉണ്ടായിരുന്നത്? അത് ഞങ്ങൾ വാമായതിന്റെ ശേഷം 5 ഓവറിലാണ് റൺ അടിച്ചു ലാസ്റ്റ് അല്ലേ? അത് മാത്രമാണ് കൂടുതൽ ഡിഫറൻസ് ഉള്ളൂ. അത് എപ്പോഴെങ്കിലും ചക്ക വീണ് മോലോ ഒരു അടി ഇപ്പൊ IPL ചരിത്രത്തിൽ തന്നെ 5 ഓവറിൽ ലാസ്റ്റ് 5 ഓവറിൽ കൂടുതൽ റൺ അടിച്ചതിൽ രണ്ടാമതാണ് ഇന്നലത്തെ സ്കോർ. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്തോ ഒരു ഭാഗ്യത്തിന് നടന്നു. അത് അതാണ് ഡിഫറൻസ് നമ്മൾ തമ്മിലുള്ള. ആ ഡിഫറൻസ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഡേവിഡിന്റെ സൂപ്പർ അടി. എന്തോ ഭാഗ്യം. ഞങ്ങളെ ബൗളിംഗ് മോശമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതിങ്ങനെ പറഞ്ഞു ബൗളിംഗ് മോശമാണ്. അപ്പൊ ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യണ്ട. ടീം എങ്ങനെ മോശമായി? ടീം മോശം. നമ്മളിത് പറഞ്ഞാൽ 5 കപ്പുള്ള ഞങ്ങൾക്ക് ഇതൊക്കെ ഇതെന്താ വരാത്തത് വിചാരിച്ചിരിക്കും. ഈ 5 കപ്പിന്റെ കണക്ക് ഞങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരാണ്. അത് പറഞ്ഞാണ് ഇങ്ങോട്ട് വരണ്ട. ചാമ്പ്യന്മാര് 18 കൊല്ലം നിന്നിട്ട് അത് ഞങ്ങൾ നേടിയെടുത്തു. 18 കൊല്ലം പ്രയത്നിച്ചു കണ്ട് കഴിഞ്ഞ കൊല്ലം എടുത്തു. ഇനി അത് നിലനിർത്തും. അതാണ് ഞങ്ങളെ ടീമിന്റെ എന്ന് പറഞ്ഞത്. നിങ്ങളവിടെ നിലനിർത്തി നിന്നോളി. ഞങ്ങളെ തല വരണ്ട അടുത്ത കളിക്ക് തല ഇല്ലെങ്കിൽ ബ്രെവിസ് എന്തായാലും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് 4-5 ദിവസത്തിന് കളി ഇല്ലാത്തതുകൊണ്ടേ ഞങ്ങൾ എല്ലാവരും സെറ്റാക്കി വരും. ചേട്ടന്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നു. പിന്നെ RCBക്കാർ ഇപ്പൊ പോയാ എവിടെ വരെ നമുക്കറിയാം. നമ്മള് കൊല്ലങ്ങളായിട്ട് കഴിഞ്ഞ കപ്പ് പറഞ്ഞാൽ എല്ലാരും കൂടെ തന്നാണ്. ഈ സ്ഥലം നമുക്ക് ഈ സ്ഥലമെങ്കിലും തരുമോ, ഈ സ്ഥലമെങ്കിലും അങ്ങനെ തന്നാണ്. അപ്പൊ അതും പറഞ്ഞ് നിങ്ങൾ വരണ്ട, നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ഞങ്ങളെ തല വരുന്നുണ്ട്. എല്ലാം മാറും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി. തലക്ക് മേലെ ആരുമില്ല.